എല്ലാ പേർക്കും ഡാർലിൻ വ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഒരു മുന്തിരിക്കൊത്താണ് ചെയ്യാൻ പോകുന്നത്. അതിനാവശ്യമായിട്ട് പയർ 300 ഗ്രാം, തേങ്ങ 1 കപ്പ്, ശർക്കര 200 ഗ്രാം, ഏലക്ക 1 ടീസ്പൂൺ, അരിപ്പൊടി 1 കപ്പ്, പിന്നെ കേസരി പൗഡർ. ഇനി നമുക്ക് ആദ്യം പയറൊന്ന് വറുത്തെടുക്കാം. ഈ പയർ നല്ല മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം വറുത്തെടുക്കാനായിട്ട്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ വരുന്നത് വരെ വറുക്കണം. ഇപ്പോൾ നല്ല ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഒരു ട്രേയിലോട്ട് തണുക്കാൻ മാറ്റി വയ്ക്കാം. ഇത് തണുക്കുന്ന സമയത്ത് നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ആദ്യം ഫ്ലെയിം ഓൺ ചെയ്ത് പാൻ ചൂടാക്കാൻ വയ്ക്കാം. ഇവിടെ 1 കപ്പ് തേങ്ങയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ ഗീ ചേർത്ത് ഈ തേങ്ങ വറുക്കാം. അത് ഓപ്ഷണലാണ്, ഞാനിവിടെ ഒന്നും ചേർക്കുന്നില്ല. തേങ്ങ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ തേങ്ങ നല്ല ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അതിനായിട്ട് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് ശർക്കര ഒന്ന് ഉരുക്കാൻ വയ്ക്കാം. ഈ ശർക്കര ഉരുകുന്ന ഈ സമയത്ത് നമുക്ക് ആ പയറൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഈ വറുത്ത പയർ നല്ല തണുത്തതിന് ശേഷം മാത്രമേ ഗ്രൈൻഡ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ അത് നല്ല തരിതരായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ പാകത്തിന് വേണം ഗ്രൈൻഡ് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിൽ ഈ തരിതരുത്ത പയറും വറുത്ത തേങ്ങയും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഏലക്ക കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഇപ്പോൾ ഇത് നല്ലപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര പാനിയും കൂടെ ചേർത്ത് കൊടുക്കാം. ശർക്കര നല്ലപോലെ ഉരുകി വന്നിട്ടുണ്ട്. അത് നമുക്ക് നല്ല ചൂടോടുകൂടി വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ 200 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ കൂടുതലോ കുറയ്ക്കുകയോ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം നല്ലപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ല ബോൾ ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുക്കണം. ഇത് കയ്യിൽ പറ്റി പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് നെയ്യൊന്ന് കയ്യിൽ പുരട്ടിയാൽ മതി. ഇപ്പോൾ എല്ലാം ബോൾ ഷേപ്പിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ബൗളിൽ അരിപ്പൊടിയിൽ വെള്ളം ചേർത്തൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് 1 പിഞ്ച് ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും മാവിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ 1 പിഞ്ച് കേസരി പൗഡർ, അത് കളറിന് വേണ്ടിയിട്ടാണ്, അത് ഓപ്ഷണലാണ്. എന്നിട്ട് 1 കപ്പ് മാവിൽ അതേ കപ്പ് കൊണ്ട് തന്നെ 1 കപ്പ് വെള്ളം ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ കൺസിസ്റ്റൻസിയിൽ വേണം മിക്സ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഈ മുന്തിരിക്കൊത്ത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. ഇപ്പോൾ പാൻ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇപ്പോൾ നമുക്ക് മുന്തിരിക്കൊത്ത് ഫ്രൈ ചെയ്യാനായിട്ട് എല്ലാം റെഡി ആയിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ചൂടായി വരുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് മുന്തിരിക്കൊത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് 3 ബോൾസ് ഒന്നായി ചേർത്ത് മാവിൽ നല്ലപോലെ ഡിപ്പ് ചെയ്യണം. ഇനി നമുക്കിതൊന്ന് ആ വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ 3 ബോൾസ് വെച്ച് മാവിൽ ഡിപ്പ് ചെയ്തിട്ട് അത് വീണ്ടും എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഒരു സൈഡ് മുന്തിരിക്കൊത്ത് നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് മറിച്ചും തിരിച്ചും ഇട്ട് കൊടുക്കണം, ഉൾവശം നല്ലപോലെ വെന്ത് കിട്ടാനായിട്ട്. ഇപ്പോൾ മുന്തിരിക്കൊത്ത് നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഇത് ടേസ്റ്റി ആയിട്ടുള്ളൊരു നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത്. ഓക്കെ, ബൈ.